آمنوا وما يخدعون إلا أنفسهم وما يشعرون في قلوبهم مرض فزادهم الله مرضا ولهم عذاب أليم بما كانوا يكذبون وإذا قيل لهم لا تفسدوا في الأرض قالوا إنما نحن مصلحون ألا إنهم هم المفسدون ولكن لا يشعرون. മുനാഫിഖീങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. അവരുടെ യഥാർത്ഥ സ്വഭാവം ഖുർആൻ വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. നാവുകൊണ്ട് അവർ പറയും, പക്ഷേ ഹൃദയത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടാവില്ല. ഇവരുടെ ചരിത്രം മക്കയിൽ മുനാഫിക്കുകൾ എന്നൊരു വിഭാഗമല്ല. കാരണം അവിടെ ഒരാള് ഇസ്ലാമിൽ നിന്ന് എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടാനില്ല. സ്വന്തം ഇഷ്ടപ്രകാരം വിശ്വാസികളായവരാണ് മക്കയിലുള്ള മുഹാജിറുകളായ എല്ലാവരും. അതില് മദീനയിലെ വളരെ പ്രധാനപ്പെട്ട ഹസ്റജ്, ഔസ് ഗോത്രങ്ങളിൽ, ഹസ്റജ് ഗോത്രക്കാരനാണെങ്കിലും ഔസിലും ഹസ്റജിലും ഒരേപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹിബിനു ഉബയ്യബിനു സുലൂൽ. അത് രണ്ട് ഗോത്രത്തിലും അംഗീകരിക്കപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം ഹസ്റജ് ഗോത്രക്കാരനാണെങ്കിലും ഔസ് ഗോത്രത്തിലും അദ്ദേഹം അംഗീകരിക്കപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തെ മദീനയുടെ ഒരു രാജാവായി വാഴിക്കുവാനുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരുന്നത്. അവിടെ ഇസ്ലാമിന് പ്രചാരം സിദ്ധിക്കുന്നത്. പിന്നെ എല്ലാ കണ്ണുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിഞ്ഞതോടുകൂടെ അദ്ദേഹത്തെ രാജാവായി വാഴിക്കുന്ന ആ ചർച്ച അവിടെ അവസാനിച്ചു. ഇത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വിശ്വാസികളോടും പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊക്കെ വലിയ ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് അദ്ദേഹം ഇസ്ലാമിനെ തകർക്കാൻ സ്വീകരിച്ചൊരു വഴി പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നിൽക്കുക, എന്നിട്ട് ഇസ്ലാമിനെ കുറേശ്ശെയായി തകർക്കുക. ഇദ്ദേഹമാണ് മുനാഫിഖീങ്ങളുടെ നേതാവ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചൊക്കെ അപവാദ പ്രചരണം ഉണ്ടാക്കിയതിന്റെ നേതൃത്വം ഇദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. അതാണ് അബ്ദുല്ലാഹിബിനു ഉബയ്യബിനു സലൂൽ എന്ന് പറയും. ഈ കപടവിശ്വാസി, അദ്ദേഹത്തിന്റെ ചരിത്രം മുഴുവൻ ഇസ്ലാമിനെതിരാണ്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്, പ്രവാചകൻ വിശ്വസിച്ച ആളാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു ചരിത്രം കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമ, അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ച എല്ലാം മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചരിത്രമുണ്ട്. അതായത് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ മരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ പറ്റി, നമ്മുടെ ഉമ്മയെ പറ്റി അപവാദം പറഞ്ഞൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് അദ്ദേഹം മരിച്ചു. ആ മരണം വിവരം പറയാൻ അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ഒരു രംഗമുണ്ട്. പിതാവ് റസൂലെ, എന്റെ വാപ്പ മരിച്ചു. സത്യത്തിൽ പ്രവാചകൻ ആഘോഷിക്കാവുണ്ട്. കാരണം മാസങ്ങളോളം പ്രവാചകന് ഭാര്യമാരെടുത്ത് പോവാൻ കഴിയാത്ത വിധം തന്റെ ഭാര്യയെ പറ്റി അപവാദ പ്രചരണം ഉണ്ടായി. അത് കൊട്ടിഘോഷിച്ച് ഇസ്ലാമിന് ശത്രുക്കൾ പ്രചരിപ്പിച്ചു. സത്യവിശ്വാസികൾ എല്ലാവരും മാനസികമായി വളരെ തകർന്നു പോയ സംഭവമാണ് അപവാദ പ്രചരണം സംഭവം. സൂറത്തുൻ നൂർ മറിച്ചൊക്കെ കാണാം. അതിന് നേതൃത്വം കൊടുത്ത വല്ലദീ തവല്ലാ കിബ്റഹു ലഹു അദാബുൻ അലീം എന്ന് സൂറത്തുൽ നൂറിൽ വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ വ്യക്തിയാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യ് സലൂൽ. അയാൾ മരിച്ചു. അയാളെ മരണവാർത്ത അറിയിക്കാൻ തന്റെ മകൻ സ്വഹാബിയായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കൽ വന്നു.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി, എന്റെ വാപ്പ മരിച്ചു. വാപ്പ മരിക്കുമ്പോൾ ഒരാഗ്രഹം പറഞ്ഞു. എന്താണ്? വാപ്പയെ കഫൻ ചെയ്യാൻ താങ്കളുടെ ഡ്രസ്സ് അഴിച്ചു തരണം. നിങ്ങൾ ആലോചിക്കണം, പ്രവാചകന്റെ ഭാര്യയെ പറ്റി ഇത്രമാത്രം അപവാദ പ്രചരണം ഉണ്ടാക്കിയ മനുഷ്യൻ തന്നെ കഫൻ ചെയ്യാൻ പ്രവാചക ഡ്രസ്സ് ആവശ്യപ്പെട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ചേർത്ത് പിടിച്ച്, അബ്ദുള്ള, നിന്റെ ഉപ്പ എന്റെ കുടുംബത്തോട് ചെയ്ത അനീതിയും ചെയ്തികളൊക്കെ നിനക്കറിയാലോ. ഞാനെങ്ങാനും ഈ ഡ്രസ്സ് അഴിച്ചു തന്നാൽ എന്റെ ഭാര്യമാരിൽ സത്യവിശ്വാസികൾ ഒരിക്കലും പൊറുക്കൂല. അതുകൊണ്ട് താങ്കൾ അത് എന്നോട് ചോദിക്കരുത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഒരു വിമ്മിഷ്ടവും കൂടാതെ മടങ്ങിപ്പോകുമായിരുന്നു. പക്ഷേ കാരുണ്യത്തിന്റെ തിരുദൂതർ ആ ഡ്രസ്സ് അഴിച്ചു കൊടുക്കുക മാത്രമല്ല ചെയ്തത്. മയ്യത്ത് നിസ്കരിക്കാനാവുമ്പോ പറഞ്ഞട്ടോ, ഞാനും വരെ നിസ്കരിക്കാന്നാവും. എന്താ പറയേണ്ടത്? ആ മയ്യത്ത് നിസ്കാരത്തിൽ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്ന് പ്രാർത്ഥിക്കാൻ ഞാനും വരാം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അങ്ങനെ മയ്യത്ത് മദീനത്തെ പള്ളി കൊണ്ടുവന്ന് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ അടുത്ത് കയറി നിന്നപ്പോ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മയ്യത്തിന്റെയും റസൂലിന്റെയും ഇടയിൽ രണ്ട് കൈ നീർത്തി നടന്നു. ഒരു കാരണവശാലും ഇവർക്ക് നിസ്കരിക്കാൻ സമ്മതിക്കൂല. പ്രവാചകങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്? ഈ മുനാഫിക്കിന് വേണ്ടിയാണ്. ഇദ്ദേഹമല്ല ഇക്കണ്ട ദ്രോഹങ്ങളൊക്കെ ചെയ്തത് എന്ന നിലക്ക് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ സകല രോഷ പ്രകടനങ്ങൾ അദ്ദേഹം നിസ്കരിക്കാൻ സമ്മതിച്ചു. മയ്യത്തിന്റെയും റസൂലിന്റെയും ഇടയിലാണെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. ഏത് ശിലാഹൃദയന്റെയും ഹൃദയം അലിയിച്ചു കളയുന്ന പ്രവാചകന്റെ ചിരി. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഖ്ർ അന്നി യാ ഉമർ, ഉമറെ മാറി നിൽക്കും, മനുഷ്യനല്ലേ, ആരെടുത്തും അബദ്ധം പറ്റൂല, ഉമർ മരിച്ചു പോയില്ലേ, അതുകൊണ്ട് നീ മാറി നിൽക്ക് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു, ഒരിക്കലും അവനക്ക് പുറത്തു കൊടുക്കൂല. 70,000 വട്ടം, 70 തവണ, 70 മറ, 70 തവണ താങ്കൾ പൊറുക്കല്ല തേടിയാലും പടച്ചോൻ പറഞ്ഞു, ഞാൻ അവനക്ക് പുറത്തു കൊടുക്കൂല. അപ്പൊ അള്ളാഹു പറഞ്ഞു, പിന്നെ നിങ്ങൾ നിസ്കരിക്കണത്? അതിന് റസൂൽ പറഞ്ഞ മറുപടി, നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞില്ലല്ലോ. അതാണ് നമ്മുടെ നേതാവിന്റെ ഹൃദയ വിശാലത എന്നുകൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് കപട വിശ്വാസികളുടെ ചരിത്രം. അങ്ങനെ അവൻ മദീനയിൽ, അതേപോലെ തന്നെ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള അറാബികൾക്കിടയിലൊക്കെ അവർക്ക് കുറച്ച് ആളുകളും വാളും വേരൊക്കെ ഉണ്ടായിരുന്നു ഈ കപട വിശ്വാസികൾക്ക്. അവർ പ്രത്യക്ഷത്തിൽ ആരൊക്കെ എന്ന് മനസ്സിലായത് ബദർ യുദ്ധത്തിലാണ്. നമുക്കറിയാം ആ ചരിത്രം. ആ കപട വിശ്വാസികളെ പറ്റിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി മുതൽ വിശദീകരിക്കുന്നത്. എന്താണ് കാപ്പട്യം എന്നതിന്റെ അറബി? നിഫാഖ് എന്നാണ്. നിഫാഖ് എന്ന് പറഞ്ഞാൽ നഫ്ഖ് എന്ന് പറഞ്ഞ ദ്വാരം. നഫ്ഖുല്ലിൽ മഷാ, സബ് വേ എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ അടിയിൽ കൂടെ അങ്ങനെ മുറിച്ച് കിടക്കുന്ന സബ് വേക്ക് നഫ്ഖ് എന്നാണ് അറബി പറയാം. അപ്പൊ ഒരു ഓട്ടമുള്ള പാത്രത്തിക്ക് വെള്ളം പാർന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഈമാൻ മനസ്സിൽ നിന്ന് ചോർന്നു പോകുന്ന ഒന്നാണ് കാപ്പട്യം. അവർക്ക് ഒരുപാട് ലക്ഷണങ്ങൾ ഹദീസിലും ഖുർആനിലുമായി പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും അത്തരം അടയാളങ്ങളിൽ നിന്ന് മാറി വിശ്വാസിയുടെ അടയാളം മാത്രമുള്ളവരാണ് നമ്മൾ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവരുടെ ചില അടയാളങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാത്ത്, കപട വിശ്വാസിയുടെ അടയാളം 3 ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. സംസാരിച്ചാൽ അവർ കളവ് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രാത്രി ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കടന്നുറങ്ങുമ്പോൾ 2 ആളുകൾ വന്നിട്ട് പറഞ്ഞു, വാ നമുക്കൊരു യാത്ര പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ കൂടെ ഇങ്ങനെ പോവുകയാണ്. പോയി അവര് പല രംഗങ്ങളും കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരുപാട് ശിക്ഷാമുറകൾ. ഒരു മനുഷ്യൻ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുന്നു. ഒരാൾ ആ കമിഴ്ന്ന് കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് വലിയ കല്ലുകൊണ്ട് എറിയുന്നു. ഏറുകൊണ്ട് തല ഛിന്ന ഭിന്നമായി പോകുന്നു. കല്ല് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു.
ഈ എറിഞ്ഞ ആള് ആ കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്ക് അയാൾ തല പൂർവ്വസ്ഥിതിയിലാവുന്നു, വീണ്ടും എറിയുന്നു. ഇങ്ങനെ ആവർത്തിച്ചുകൂടി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് ഇയാൾക്ക്, എന്താണ് സംഭവം, ആരാണ് ഇയാൾ? അപ്പൊ ഈ കൂടെ വന്ന ആൾ പറഞ്ഞു, ഇന്തലി ഹുവ, ഇനിയും കാണാനുള്ള അവസാനം വിശദീകരിക്കാം. അങ്ങനെ വീണ്ടും ചെന്നു. രണ്ടാമത് കണ്ടത് ഒരു മനുഷ്യന്റെ കവിള് കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കണതാണ്. ഒരു ഭാഗം മുറിച്ച് മറ്റേ ഭാഗം മുറിക്കുമ്പോൾ ആദ്യം മുറിച്ചത് ഉണങ്ങും. ഇങ്ങനെ കവിള് ഇങ്ങനെ വലിയ കത്തി കൊണ്ട് മുറിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് കണ്ട കൂട്ടത്തിൽ ഈ കവിള് കത്തി കൊണ്ട് മുറിക്കുന്ന ആളുകളെ പറ്റി, അല്ലെ മുറിക്കപ്പെടുന്ന ഈ വ്യക്തിയെ പറ്റി ഈ കൂടെ കൊണ്ടുപോയ ആളുകൾ പറഞ്ഞത് കളവ് പ്രചരിപ്പിക്കുന്ന ആളാണ്. ഇയാളുടെ കളവ് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ എല്ലാവരും ഏറ്റെടുത്തു. ഒറ്റ കളവ് മതി. ഒരു കളവ് ഇയാളാണ് പറഞ്ഞു, അതെല്ലാവരും ആണ് ഏറ്റെടുത്തു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്ത നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോൾ ഈ സംഭവം, ഈ ഹദീസ് നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം. സംസാരിച്ചാൽ കളവ് പറയുക, കളവ് പ്രചരിപ്പിക്കുക. വഇദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക. വഇദ ഇത്മിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുക. ഇത് കപട വിശ്വാസികളുടെ ലക്ഷണമായി ഒരു ഹദീസിൽ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, വഇദാ ഹാസമ ഫജറ, പിണങ്ങിയാൽ നെറികേട് കാണിക്കുക. ഇണങ്ങി നിൽക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല, പിണങ്ങി കഴിഞ്ഞാലുണ്ടല്ലോ എന്തും ചെയ്യാൻ മടിക്കാത്ത പ്രകൃതം, അത് കപട വിശ്വാസിയുടേതാണ്. മത പ്രസംഗ സ്റ്റേജുകളിൽ പോലും ഈ വൈദാ ഹാസമ ഫജറ എന്നത് നമ്മൾ ഒരുപാട് കാലം കണ്ടതാണ്. തോളോട് തോളുരുമ്മി തൗഹീദ് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ ചില്ലറ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ രണ്ടോ മൂന്നോ പ്ലാറ്റ്ഫോമിലേക്കായപ്പോൾ കേരളം കണ്ടത് എന്തായിരുന്നു? അവരുടെ പൂർവ്വകാലത്ത് അവർ പറഞ്ഞതും ചെയ്തതും എഴുതിയതും തപ്പി പിടിച്ച് കൊണ്ടുവന്ന് പൊടിപ്പും തേങ്ങലും വെച്ച്. സഹോദരന്മാരെ, ഇത് കപട വിശ്വാസത്തിന്റെ അടയാളല്ലേ? വഇദാ ഹാസമ ഫജറ, ഒരു മനുഷ്യന്റെ രഹസ്യം അങ്ങനെ ചെകഞ്ഞന്വേഷിച്ചിട്ട് പുറത്തു വിടാൻ പാടും, അതും പിണങ്ങിയതിന് ശേഷം. ഈ തെറ്റുകളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട് എന്ന് കൂടെ നിൽക്കുമ്പോൾ അവർക്ക് അറിയില്ലായിരുന്നു. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പോ ഇതാ ഹാസമ ഫജറ, രണ്ടാൾ നമ്മൾ തെറ്റിയാൽ എന്ത് നെറികേടും ചെയ്യുക എന്നത് കാപ്പട്യത്തിന്റെ അടയാളമാണ്. ഈ സൂറത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അവർക്ക് രണ്ട് മുഖം ഉണ്ടാവും. അത് ശേഷമുള്ള ആയത്ത് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ട് മുഖം, ഒരു ജനങ്ങളുടെ മുമ്പിൽ ഒരു മുഖം, ഒറ്റക്കാവുമ്പോൾ മറ്റൊരു മുഖം. ഇത് കാപ്പട്യത്തിന്റെ അടയാളം. ഭൗതിക നേട്ടം കിട്ടുമ്പോൾ അവിടെ മുൻപന്തിയിൽ ഉണ്ടാവും. എന്തെങ്കിലും ത്യാഗം ചെയ്യേണ്ടി വരുമ്പോൾ പിന്നോട്ടടിക്കുക. ഇത് കാപ്പട്യത്തിന്റെ അടയാളമാണ്. കുല്ലമാ അളാ അലഹും മശൗ ഫീഹി വഇദാ അദ്ലമ അലൈഹിം ഖാമു. ഈ ശേഷമുള്ള ആയത്ത് നമ്മൾ പഠിക്കാനുള്ളതാണ്. എന്തെങ്കിലും നേട്ടം കിട്ടും എന്ന് കണ്ടാൽ അവർ മുന്നോട്ട് പോകും. എന്തെങ്കിലും പ്രയാസമുള്ള സന്ദർഭം പിന്നോട്ടടിക്കും. അത് ബദർ യുദ്ധത്തിൽ അവർ പിന്നോട്ട് പോയി. കപടവിശ്വാസികൾ ആരൊക്കെ എന്ന് പരസ്യമായ രഹസ്യമായത് ഈ ബദർ യുദ്ധത്തിലാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറ 85-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ സൂറത്തിൽ പഠിക്കും. അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്, വേദഗ്രന്ഥത്തിന്റെ ചില ഭാഗങ്ങൾ അംഗീകരിക്കുകയും വേറെ ചില ഭാഗങ്ങൾ നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുകയുമാണ്. അത് കാപ്പട്യം. ഖുർആൻ വേദഗ്രന്ഥം മുഴുവൻ അംഗീകരിക്കും. ഇപ്പൊ നമസ്കാരം എല്ലാ ജില്ലയിലും ഒരുപോലെ, നോമ്പ് എല്ലാ ജില്ലയിലും ഒരുപോലെ, സക്കാത്ത് എല്ലാ ജില്ലയിലും ഒരുപോലെയാണ്. എന്നാ വിവാഹം ഓരോ ജില്ലയിലും ഓരോ പോലത്തില്ല. എന്താ കാരണം? അവിടെ പ്രമാണമല്ല. അതിൽ പ്രമാണമല്ല, നാട്ടു നടപ്പാണ്, നാട്ടാചാരമാണ്. നാട്ടുകാരും കുടുംബക്കാരും നമ്മുടെ ജില്ലയിൽ നമ്മളെ പ്രദേശത്തുള്ളവരും എന്തൊക്കെയാണോ എങ്ങനെയൊക്കെയാണോ എത്രയൊക്കെയാണോ ചെയ്യല് അതാ ചെയ്യും. അപ്പോ 100 സ്ഥലത്ത് 100 കോലാവും. പാടുണ്ടോ? പാടില്ല. എല്ലാത്തിനും അള്ളാഹുവിന്റെ റസൂലും ഖുർആനും നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഇബാദത്തും മുആമലാത്തും വേദഗ്രന്ഥം അനുസരിച്ച് മാറ്റുന്നതിന് പകരം അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി, വേദഗ്രന്ഥത്തിന്റെ ഇബാദത്തിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കും. എന്നാൽ ഇബാദത്തല്ലാത്ത കാര്യങ്ങൾക്ക് മുആമലാത്ത് എന്നാ പറയാം. അവിടെ ഇസ്ലാമിന്റെ യാതൊരു നിയമവും ഇല്ലാത്തൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ നമ്മൾ കപടന്മാരാണ്, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഒരു തെല്ലിൽ നിന്നുകൊണ്ട്
ഒരു തറ്റത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കിബില മാറ്റമുണ്ടായി. കിബില മാറ്റം ഉണ്ടാക്കിയ എന്തിനാണ്? അള്ളാഹും റസൂലും എന്ത് പറഞ്ഞാൽ സമിഅനാ വ അതഅന എന്ന് ആരാ പറയുന്നത്? ആരാണ് ഇതിനെ ചോദ്യം ചെയ്യുന്നത്? ആരാണ് അതിൽ സംശയാലുക്കളാകുന്നത് എന്നറിയാനാണ്. വമാ ജഅൽനൽ ഖിബ്ലത്തല്ലതീ കുൻത അലൈഹാ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു ഇലൈഹി മിമ്മൻ യൻഖലിബു അലൈഹി എന്ന് പറഞ്ഞാൽ കിബില മാറ്റം എന്തിനാ ഉണ്ടാക്കിയത്? ആരാണ് ഒരു മടമ്പിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുന്നത്? ആരാണ് അടിയുറച്ച വിശ്വാസി? എന്താ വ്യത്യാസം? അടിയുറച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു റസൂലും പറഞ്ഞു എന്ന് കേട്ടാൽ സമിഅനാ വ അതഅന, പിന്നെ എന്തേ അങ്ങനെ, എന്തേ അത്ര, എന്തേ അപ്പോ, ഒരു ചോദ്യമില്ല. ഇതാണ് യഥാർത്ഥ വിശ്വാസം. അല്ലാത്ത ആളുകൾക്ക് അതിൽ പല സംശയം ഉണ്ടാവും. ഖിബില മാറ്റം സംഭവിച്ചപ്പോൾ ഒരുപാട് ആൾ ഇസ്ലാം നിന്ന് പുറത്തേക്ക് പോയി. ഇസ്രാ മിറാജ് എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് അങ്ങനെ പോയി. എന്തിനാണ്? അവർക്ക് വിശ്വാസമില്ല. അത് തിരിയാൻ തന്നെയാണ് അള്ളാഹു അതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഒരു മടമ്പിൽ നിന്നുകൊണ്ട് വിശ്വസിക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാവണം. അതേപോലെ തന്നെ സൂറ ആൽ ഇമ്രാൻ പറഞ്ഞു ഫീഹി ആയ പിന്നെ ഹുന്ന ഉമ്മുൽ കിതാബ് വ ഉഖറു മുത്തശാബിഹാത്ത്. ഖുർആനിൽ ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് മൂലഗ്രന്ഥം. വ ഉഖറ മുത്തശാബിഹാത്ത്, അതിൽ ചില മുത്തശാബിഹാത്തുകളായ ആയത്തുകളുണ്ട് ഖുർആനിൽ. വിശദീകരണം അറിയില്ല. വിശദീകരണം നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്താ വിശ്വാസി ചെയ്യേണ്ടത്? അതൊക്കെ അള്ളാഹു പറഞ്ഞതാണ് എന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയും. കപട വിശ്വാസിയോ എന്താണ് അതിന്റെ രഹസ്യം, എന്താ അള്ളാഹ് അങ്ങനെ പറയാൻ കാരണം എന്ന് അന്വേഷിച്ചുകൊണ്ട് പോകുമെന്ന് സൂറ ആലു ഇമ്രാനിൽ അള്ളാഹു വിശദീകരിച്ചു. മറ്റൊന്ന് യുറാഊനന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കും. അപ്പൊ ജനങ്ങളെ മുമ്പിൽ കാണുന്നിടത്തൊക്കെ ഒരു മുൻപന്തിയിലുണ്ടാവും, ജനങ്ങൾ കാണാത്തടത്തോലും ഉണ്ടാവില്ല. ഖുർആൻ അത് വളരെ വ്യക്തമായി പറഞ്ഞു. യുറാഊനന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കാപട്യമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ മുനാഫിഖൂൻ അല്ലാഹു പറഞ്ഞു ഇദാ ഖീല ലഹും യസ്തഗ്ഫിർ ലക്കും റസൂലുള്ളാഹി ലവ്വഉ റൂസഹും വറഅയ്തഹും യസുദ്ദൂന വഹും മുസ്തക്ബിറൂൻ. അല്ലാഹും റസൂലും ക്ഷണിക്കണ വഴിയിലേക്ക് വരൂ, എങ്കിൽ അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരും എന്ന് അവരോട് പറയപ്പെട്ടാൽ അഹങ്കാരത്തോടുകൂടി തിരിഞ്ഞു കളയുന്നവരാരോ അവൻ കപടനാണ്. അതേപോലെ തന്നെ 9ാമത്തെ അടയാളമായിട്ട് ഖുർആൻ പറഞ്ഞു യുഹിബ്ബൂന അൻ യുഹ്മദു ബിമാ ലം യഫ്അലൂ. അവർ ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ അവരെ സ്തുതിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നു. മുഖസ്തുതി പറയുന്നവന്റെ വായിൽ മണ്ണ് വാരി ഇടണം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയോ? അത് കേട്ടിട്ട് എന്റെ മനസ്സിലൊരു പുളകം വരികയാണെങ്കിൽ എന്നിൽ കാപ്പട്ടിണ്ടെന്ന് അതിന്റെ അർത്ഥം. ഇതിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി? ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, ഞാൻ നിഫാഖ് ഭയപ്പെടുന്നു ഹുദൈഫ, എന്താണ് അതിന് രക്ഷപ്പെടാനുള്ള വഴി? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ രഹസ്യമായി നന്മ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ നിന്നിൽ നിഫാഖ് ഇല്ല എന്നാണ് അർത്ഥം. നീ ചെയ്ത തെറ്റിന്റെ പേരിൽ നീ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് സങ്കടപ്പെടാറുണ്ടോ? ഈ 2 സ്വഭാവം നിനക്കുണ്ടെങ്കിൽ നീ അതിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടവനാണ് എന്ന് നീ മനസ്സിലാക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് കപടന്മാരുടെ ചരിത്രവും അവരുടെ സ്വഭാവ ഗുണങ്ങളുമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. ഖാദഅ എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക. യുഖാദിഊന, അവർ വഞ്ചിക്കുന്നു അള്ളാഹുവിനെ. വല്ലദീന ആമനു, വിശ്വസിച്ചവരെയും വഞ്ചിക്കുന്നു. എന്നാൽ വമാ യഖ്ദഊന, അവർ വഞ്ചിക്കുന്നില്ല ഇല്ലാ അൻഫുസഹും, അവരെ തന്നെയല്ലാതെ. വമാ യശ്ഉറൂൻ, പക്ഷെ അത് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവില്ല, അത് ഈ വിഡ്ഢികൾക്ക് മനസ്സിലാവില്ല. അവരെ തന്നെയാണ് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്, അവരെ തന്നെയാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ തന്നെയാണ് വഞ്ചനയിൽ വീണിരിക്കുന്നത് എന്ന കാര്യം ഭൗതിക താല്പര്യം കൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. യുഖാദിഊന അല്ലാഹ, അള്ളാനെ വഞ്ചിക്കുക. അള്ളാനെ ആർക്കും വഞ്ചിക്കാൻ കഴിയില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും രഹസ്യത്തിൽ അത് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു തരത്തിൽ അള്ളാനെ വഞ്ചിക്കുക ചെയ്യുന്നു. ഇനി വല്ലദീന ആമനു, വിശ്വാസികളെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാനെ വഞ്ചിക്കുന്നത് തുല്യമാണല്ലോ.
വമാ യഖ്ദഊന അവർ വഞ്ചിക്കുന്നില്ല ഇല്ല അൻഫുസുഹും സ്വന്തത്തെ തന്നെ അല്ലാതെ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒന്ന്, ഫഇന്നമാ മനിഹ്തദാ ഫഇന്നമാ യഹ്തദീ ലിനഫ്സി. ആരെങ്കിലും സന്മാർഗം തെരഞ്ഞെടുത്താൽ അതിന്റെ ഗുണം അവനാണ്. വമൻ ളല്ല ഫഇന്നമാ യദില്ലു അലൈഹ. ആരെങ്കിലും ദുർമാർഗം തെരഞ്ഞെടുത്താലോ അതിന്റെ ദോഷവും ഓൻക്ക് തന്നെയാണ്. അപ്പൊ ഞാൻ ദുർമാർഗം തെരഞ്ഞെടുത്താൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ എന്നെ തന്നെയാ വഞ്ചിക്കണെന്നാണ്. അതാണ് വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. അവർ അവരെ തന്നെ അല്ലാതെ വഞ്ചിക്കുന്നില്ല. എന്താണ് അവർക്ക് കിട്ടാൻ പോണത്? അള്ളാന്റെ റഹ്മത്ത് നഷ്ടപ്പെടും, ശിക്ഷ കിട്ടും, വിശ്വാസി അല്ലാതെയായി മരണപ്പോട്ട് വേണ്ടി വരും. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിൽ ഏറ്റവും അടിയിലെ തട്ടിലാണ് കപട വിശ്വാസികൾ. അങ്ങോട്ട് പോകുന്ന ഒരു പണി ഞാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെയാണ് വഞ്ചിക്കുന്നത്. അതാണ് വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും. കാരണം അള്ളാഹു എല്ലാം അറിയുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യക്ഷമായതേ അറിയും, അപ്പുറത്തുള്ള ഉള്ളിലുള്ളത് അറിയില്ല. എന്നാൽ അള്ളാഹു എല്ലാം അറിയുന്നു. ഈ രഹസ്യങ്ങളെല്ലാം അള്ളാഹു നാളെ വിളിച്ചു പറയും, യൗമ തുബ്ല സറായിർ. അപ്പൊ ഇവരുടെ ഈ കാപട്യമൊക്കെ കോടാനകോടി മനുഷ്യന്മാരുടെ മുമ്പിൽ അള്ളാഹു വെളിച്ചത്ത് കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചല്ലോ, അല്ലാ തുഖ്സിനി യൗമ യുബ്അതൂൻ. പടച്ചോനെ, പരലോകത്ത് നീ ഞങ്ങളെ അപമാനിക്കരുത്. പരലോകത്തെ അപമാനം എന്താ? ആരും തുണി കുപ്പായ ഇടില്ല. അതിന് വലിയ അപമാനം വേറെ ഉള്ളൂ. അതിനേക്കാൾ വലിയ അപമാനമാണ് മനുഷ്യന്റെ മുഴുവൻ രഹസ്യങ്ങളും ചികയും. യൗമ തുബ്ല സറായിർ. സിറുൻ എന്നതിന്റെ ബഹുവചനമാണ് സറായിർ, രഹസ്യങ്ങൾ. ലിക്കുല്ലി ഗാദിരിൻ ലിവാഉൻ യൗമൽ ഖിയാമ. എല്ലാ വഞ്ചകന്മാർക്കും ഒരു കൊടി പരലോകത്ത് അല്ലാഹു നൽകും. ആ കൊടി കണ്ടാൽ മനസ്സിലാക്കണം ഇവൻ വഞ്ചകനാണ്. അങ്ങനെ സ്വയം കോടാനക്കോടി മനുഷ്യന്മാരുടെ മുമ്പിൽ അപമാനിതനാകുന്ന വിധത്തിൽ അള്ളാഹ്ക്ക് ഏറ്റവും കോപമുള്ള വിഭാഗത്തിൽ സ്വന്തത്തെ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവർ അവരെ തന്നെയാണ് വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹു പ്രസ്താവിക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഫീ ഖുലൂബിഹിം മറദുൻ. അവരുടെ ഹൃദയങ്ങളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറദ. അള്ളാഹു ആ രോഗം വർദ്ധിപ്പിച്ചിരിക്കുന്നു. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. അവർ കളവാക്കിയ നിമിത്തം അവർക്ക് വേദനാജനകമായ ശിക്ഷയും. അപ്പോ ഓരോ വാക്കിന്റെ അർത്ഥം ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുണ്ട്. ഖൽബ് എന്നതിന്റെ ബഹുവചനമാണ് ഖുലൂബ്. ഈ ഖൽബ് എന്ന വാക്ക് ഹൃദയത്തിന് പറയാനുള്ള കാരണം എന്താ? സുമ്മിയൽ ഖൽബു ബിതഖല്ലുബിഹി. നല്ലോണം ശ്രദ്ധിക്കണം. ഖൽബ് എന്ന വാക്ക് ഹൃദയത്തിന് കൊടുക്കാൻ കാരണം അതിന്റെ ചാഞ്ചാട്ടാണ്. പെട്ടെന്ന് മാറും ഹൃദയം. രാവിലത്തെ പോലല്ല വൈകുന്നേരം ഉണ്ടാവും. പോയ മാതിരിയല്ല തിരിച്ചു വരും. മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയം എന്ത് ചെയ്യും? മാറും. ഈ ചാഞ്ചാട്ടം കൊണ്ടാണ് ഹൃദയത്തിന് അറബി ഭാഷയിൽ ഖൽബ് എന്ന് പേര് പറയാനുള്ള കാരണം. ആ ഹൃദയത്തെ എവിടെയെങ്കിലും ഒന്ന് പിടിച്ച് കെട്ടണം. കെട്ടുക എന്നതിന് അറബിയിൽ അഖീദ, അഖദ എന്നാ പറയും. വിശ്വാസ കാര്യങ്ങൾക്ക് അറബിയിൽ അഖീദ എന്നാ പറയുക. പണ്ടൊക്കെ നമ്മൾ മദ്രസയിൽ ഇപ്പൊ എന്താ വിഷയം എന്ന് ഉസ്താദ് ചോദിക്കുമ്പോൾ അഖീദ എന്ന് പറയും. എന്താ അഖീദ എന്ന് പറഞ്ഞാൽ? വിശ്വാസം. എന്താ വിശ്വാസം? മനുഷ്യന്റെ മനസ്സിനെ അള്ളാഹുവിൽ ബന്ധിക്കുന്ന കാണാത്തൊരു കയറിന്റെ പേരാണ് അഖീദ, വിശ്വാസം. ആ കയറിന് എത്ര ബലമുണ്ട്, അപ്പൊ ഹൃദയം ഉറച്ചാണത്. ആ ബലം കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഹൃദയം ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. അപ്പൊ സുമ്മിയൽ ഖൽബു ബിതഖല്ലുബിഹി. ഈ ചാഞ്ചാട്ടം കൊണ്ടാണ് ഹൃദയത്തിന് ഖൽബ് എന്ന് പേര് വന്നിട്ടുള്ളത്. ഈ ഖൽബിനെ സംസ്കരിക്കാൻ ഖുർആൻ ചെയ്തിട്ടുള്ളത്. വയുസക്കിഹിം യത്ലു അലൈഹിം ആയാത്തിഹി വയുസക്കി. അവർക്ക് അള്ളാഹിന്റെ ആയത്ത് ഓതി കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യാം. എവിടെ സംസ്കരിക്കുന്നത്? ഹൃദയമാണ്. എന്താ ഹൃദയത്തിന്റെ പ്രത്യേകത? ഹൃദയം നന്നായ മനുഷ്യൻ നന്നായി. അല, അറിയണം. ഇന്ന ഫിൽ ജസദി മുഗ്ള. ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സലുഹത് സലുഹൽ ജസദു കുല്ലു. അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി. വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു. അത് മോശമായാലോ ശരീരം മുഴുവൻ മോശമായി. അല, അറിയുക, വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തെ പറ്റി പറഞ്ഞ സുപ്രസിദ്ധമായ വചനം നമുക്കെല്ലാവർക്കും അറിയാം.
അപ്പൊ ഈ ഹൃദയത്തിൽ രോഗമുണ്ട്. ഫീ ഖുലൂബിഹിം മറദുൻ. ആ രോഗം ഏതാണ്? നിഫാഖാണ്, കാപ്പട്യം. എല്ലാ രോഗത്തെയും മാറ്റാനുള്ള മാർഗമാണ് ഈമാൻ. ഈമാനാണ് കടക്കുന്നതോടുകൂടി എല്ലാ ഇരുട്ടും നീങ്ങും. അതിനുള്ള പരിശ്രമമുള്ളവർക്ക് അള്ളാഹ് അത് കൊടുക്കും. എന്നാൽ നിഫാഖിന് വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കോ അത് കൊടുക്കും. അതാണ് ഫസാദഹുമുല്ലാഹു മറദ. അവരുടെ ഹൃദയത്തിലെ കാപ്പട്യം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. ഏതാണോ നമ്മൾ തേടുന്നത്, ഏതിനു വേണ്ടിയാണോ നമ്മൾ അധ്വാനിക്കുന്നത്, അത് അള്ളാഹു എളുപ്പമാക്കി തരും, യാതൊരു സംശയമില്ല. ഇവര് അള്ളാഹിന്റെ വേദഗ്രന്ഥത്തെ മറികടക്കാനും അതിനെ അവഗണിക്കുവാനുമാണ് പരിശ്രമിക്കുന്നത്. അപ്പൊ അവർക്ക് ആ രോഗം അള്ളാഹു എന്ത് ചെയ്യും? വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫസാദഹുമുല്ലാഹു മറള. അവരുടെ രോഗം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നാൽ ഈമാന്റെ വഴിയിലാണ് നമ്മൾ പരിശ്രമിക്കുന്നതെങ്കിലോ ഈമാൻ വർദ്ധിക്കും. നമുക്കറിയാം, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾക്കിടയിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഈ ഭൂമി, ആ പ്രപഞ്ചം മുഴുവൻ അള്ളാഹിനെ പറ്റിയുള്ള, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ പറ്റി മനസ്സിലാക്കാൻ ദൃഷ്ടാന്തങ്ങളുടെ പെരുമഴയാണ്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ യാദൃശ്ചിക എന്ന് പറഞ്ഞ് തള്ളാം. അള്ളാഹ് പറഞ്ഞല്ലോ, വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ. 4.5 കൊല്ലക്കാലം MBBS പഠിക്കുന്ന ഒരു കുട്ടി പഠിക്കുന്നത് അള്ളാഹു മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടാക്കി വെച്ച അത്ഭുതകരമായ സംവിധാനങ്ങളെ പറ്റിയാണ്. അത് മാത്രം മതിയല്ലോ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കാൻ. അത് മനസ്സിലായാൽ അള്ളാഹിനെ അംഗീകരിക്കുകയും ചെയ്യാം. അതൊക്കെ യാദൃശ്ചികത എന്ന് പറഞ്ഞ് തള്ളിക്കളയും ചെയ്യാം. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബ. ഏതൊരുവൻ സ്വന്തം ശരീരത്തെ പറ്റി പഠിച്ചോ അവൻ അള്ളാഹിനെ പറ്റി പഠിച്ചു എന്നാ. അള്ളാഹിനെ കണ്ടെത്താൻ വേറെ എവിടെ നോക്കണ്ട, അവനവന്റെ മേത്തേക്ക് നോക്കിയാൽ മതി. അവനവന്റെ ശരീരത്തെ പറ്റി പഠിച്ചാൽ മതി, പോരാ. വഫിൽ അർളി ആയാതുൽ ലിൽ മൂഖിനീൻ. പ്രപഞ്ചത്തിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ. സഹോദരന്മാരെ, അത് കണ്ടും കേട്ടും ചിന്തിച്ചും റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖ് ചായുന്ന അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിക്കും. അതാണ് ഫസാദഹുമുല്ലാഹു മറള. അവർക്ക് അവരുടെ രോഗ വർദ്ധിക്കുന്നത്. അവര് സംശയവും ആശയക്കുഴപ്പവും അവിശ്വാസവും നിരാശയും ഭയമായിട്ട് നടക്കുകയാണ്. അവർക്ക് അത് അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ആർക്ക്? ഇത്തരം ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ടും മനസ്സിലായി അത് ഉൾക്കൊള്ളാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കഠിനമായ ശിക്ഷയുണ്ട്, യാതൊരു സംശയവുമില്ല. ഫ്രഞ്ച് ഗവൺമെന്റ് ചെലവിൽ ഖുർആൻ പഠിച്ച് ഖുർആനെ വിമർശിക്കാൻ വേണ്ടി സൗദി അറേബ്യയിലേക്ക് പറഞ്ഞയച്ച ഒരു ഡോക്ടറുടെ പേരാണ് മോറിസ് ബുക്കായി. അദ്ദേഹം വന്നത് എന്തിനാ? ഖുർആൻ പഠിച്ചിട്ട് ഖുർആനെ വിമർശിക്കണമെങ്കിലും പഠിക്കണമല്ലോ. അങ്ങനെ അദ്ദേഹം സൗദി അറേബ്യയിൽ വന്ന് ഖുർആൻ പഠിക്കാൻ തുടങ്ങിയത് ഖുർആൻ ഇറങ്ങിയ ആ ക്രമത്തിലാണ്. സ്വാഭാവികമായി ആദ്യം പഠിക്കൽ സൂറത്തുൽ അലഖാണ്. ക്രോഡീകരിച്ച ഖുർആന്റെ ക്രമത്തിലല്ല, ഖുർആൻ ഇറക്കിയ ആ ക്രമത്തിൽ പഠിക്കാൻ ആരംഭിച്ചു. അദ്ദേഹം പഠിച്ചു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ചവനായ നിന്റെ നാഥനെ കണ്ടെത്താൻ നീ വായിക്കണം ഒരു വേദഗ്രന്ഥം. നിസ്കാരം എന്ന് പറഞ്ഞത് മുസ്ലിമും അമുസ്ലിമും വ്യത്യാസം. ആ നിസ്കാരത്തെ പറ്റി പറയുന്നതിന് മുമ്പ്, അനുഷ്ഠാന മുറകളെ പറ്റി പറയുന്നതിന് മുമ്പ് വായിക്കണം എന്ന് ലോകത്തോട് പറഞ്ഞ ഏക ഗ്രന്ഥം ഖുർആനാണ്. രണ്ടാമത്തെ ആയത്ത് ഖലഖൽ ഇൻസാന മിൻ അലഖ്. മനുഷ്യൻ അവന് സിക്താണ്ഡത്തിൽ നിന്ന്, ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. അട്ടയെപ്പോലെ തൂങ്ങിക്കിടക്കുന്നത് എന്നാണ് അലക് എന്ന വാക്കിന്റെ അർത്ഥം. മോറിസ് ബുക്കായി ഇങ്ങനെ ആലോചിക്കുക, സ്വന്തം പേരെഴുതാൻ അറിയാത്ത ഒരാൾ, എഴുത്തും വായനയും പഠിക്കാത്ത ഒരാൾ, ഒരു പുസ്തകം ജീവിതത്തിൽ വായിക്കാത്ത ഒരാൾ എങ്ങനെ ഇത് പറഞ്ഞു? അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയുന്ന സംഗതിയല്ല. പുരുഷന്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും കൂടി ചേർന്ന് അട്ടയുടെ രൂപത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യന്റെ ആദ്യത്തെ രൂപത്തെ പറ്റി, അണ്ടവും ബീജവും കൂടിയിട്ടുണ്ടാകുന്ന ആദ്യത്തെ രൂപത്തെ പറ്റി ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ഒരാൾക്കും ഒരറിവില്ല. എന്നാൽ ഒരുപാട് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. അകൃത്യമായിട്ട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ മോറിസ് ബുക്കായിക്ക് മനസ്സിലായി ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയതല്ല, അത് അള്ളാഹു പറഞ്ഞതാണ്.
മൂന്നാമത്തെ ആയത്ത് അദ്ദേഹം പഠിക്കുമ്പോൾ അദ്ദേഹം മുസ്ലിമാണ്. കണ്ടോ, ദൃഷ്ടാന്തങ്ങൾ കണ്ടു അംഗീകരിച്ചു. എന്നാൽ എത്രയോ ആളുകൾ ഇതിനേക്കാളൊക്കെ പഠിച്ച ആളുകൾ ഇത് കണ്ടെത്തിയിട്ട് അംഗീകരിക്കാതെ കഴിഞ്ഞു പോകുന്നു. അപ്പൊ ഫസാദഹുമുല്ലാഹു മറള, അവർക്ക് അള്ളാഹു അവരുടെ രോഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. ഏത്? നിഫാഖ് വർദ്ധിപ്പിച്ചു കൊടുത്തു. വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ, അവർക്ക് വലഹും അവർക്കുണ്ട് അദാബുൻ ശിക്ഷ, അലീം വേദനാജനകമായ. എന്ത് കാര്യത്താൽ? ബിമാ കാനൂ യക്ദിബൂൻ, ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലായിട്ടും അതിനെ കളവാക്കിയ നിമിത്തം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഇറങ്ങുമ്പോൾ വിശ്വാസികളുടെ പ്രതികരണം വേറെ, കപടന്മാരുടെ പ്രതികരണം വേറെ. സൂറത്തു തൗബ മറച്ചു വെക്കണേ, 124, 125 ആയത്ത് പരിശോധിച്ചു നോക്ക്. വഇദാമാ ഉൻസിലത്ത് സൂറത്തുൻ, ആ കപടന്മാരിലേക്ക് ഒരായത്തിറങ്ങിയാൽ, അല്ലെ ഒരായത്തിറങ്ങിയ വിവരം അവർക്ക് കിട്ടിയാൽ, ഫമിൻനും അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ പറയും, അയ്യുക്കും സാദത്തു ഹാദി ഈമാന, ഇത് കേട്ടിട്ട് ആർക്കെങ്കിലും വല്ല ഈമാനും കൂടിക്കണോ? കപട വിശ്വാസികൾ പരസ്പരം ചോദിക്കുന്ന ഓരോ ആയത്തിറങ്ങുമ്പോൾ. അപ്പൊ അമ്മല്ലദീന ആമനു, അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫസാദത്തുഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കും. കാരണം റബ്ബിന്റെ കലാമാണ്. ഈമാന്റെ അടയാളം തന്നെ അതാ, വിശ്വാസിന്റെ അടയാളം തന്നെ. സൂറത്തു അൻഫാലില് കാണാം, ഇന്നമൽ മുഅ്മിനൂന. ഇന്നമ എന്ന വാക്കിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഇന്നമ എന്ന് പറഞ്ഞിട്ട് സംഗതി പറഞ്ഞാൽ അത് ഉറപ്പാണ്, ഒരു സംശയമില്ല. അങ്ങ് ഇന്നമാ അൻത മുദക്കിർ, താങ്കൾ ഒരു ഉത്ബോധകൻ മാത്രമാണ്. ഇന്നമാ അന ബശറും മിഥിലുക്കും, ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യൻ മാത്രമാണ്. അതേ വാക്കാണ് ഇന്നമൽ മുഅ്മിനൂന, മുഅ്മിനീങ്ങൾ എന്ന് പറയാൻ യോഗ്യത ഇനി പറയാൻ പോകുന്ന അടയാളങ്ങൾ ഉള്ളവർ മാത്രമാണ്. എന്താണ്? ഇദാ ദുക്കിറല്ലാഹു വജിലത്തു ഖുലൂബുഹും, അള്ളാനെ പറ്റി പറയപ്പെട്ടാൽ ഹൃദയം നടുങ്ങും. ഉയാപ്പള്ള വരുന്നുണ്ട് എന്ന ക്ലിയറായി, വാപ്പ വരട്ടെ എന്ന് പറഞ്ഞാൽ റെഡിയായി, പോലീസുകാരെ കണ്ടാൽ റെഡിയായി, ഭരണാധികാരികൾ പേടിയുണ്ട്, നാട്ടുകാരെ പേടിയുണ്ട്, പടച്ചോനെ മാത്രം പേടിയില്ല. സത്യവിശ്വാസികൾക്ക് അള്ളാനെ ആ പേടി. 2, വഇദാ തുരിയത്ത് അലൈഹിം ആയാത്തുഹു, അവരിലേക്ക് അള്ളാന്റെ ആയത്ത് കേൾപ്പിക്കപ്പെട്ടാൽ ഫസാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കും. കപട വിശ്വാസികൾക്കോ ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗം, ഈ കാപ്പട്യം എന്ന രോഗമുള്ളവർക്ക് ഖുർആൻ ആയത്ത് കേട്ടാൽ ഫസാദത്തുഹും റിജിസൻ ഇലാ റിജിസിഹിം, അവര് വെറുപ്പിന് മേൽ വെറുപ്പാണ്ടാവുക. എന്നിട്ട് അള്ളാഹ് പറയാ മാത്തു വഹും കാഫിറൂൻ, അവർ അങ്ങനെ കാഫിരീങ്ങളായി മരിച്ചു പോകും. അപ്പൊ ഇത്തരം കാപ്പട്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രവർത്തനവും പ്രാർത്ഥനയുമാണ് നമ്മൾ നിലനിർത്തേണ്ടത്. അത് അള്ളാഹ് പറയാണ്, ഫീ ഖുലൂബിഹിം മറദുൻ ഫസാദഹുമുല്ലാഹു മറദൻ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ, അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ട്, അള്ളാഹു ആ രോഗം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു, അവർ കളവാക്കിയ നിമിത്തം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. 11 വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു, അവർ പറയും, ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, തീർച്ചയായും ഞങ്ങള് നന്മയുണ്ടാക്കുന്നവർ മാത്രമാണ് എന്നവർ പറയും. അല, അറിയണം, ഇന്നഹും ഹുമുൽ മുഫ്സിദൂന, തീർച്ചയായും അവർ തന്നെയാണ്, അവർ തന്നെയാണ് അൽ മുഫ്സിദൂന, കുഴപ്പമുണ്ടാക്കുന്നവർ, വലാകിൻ ലാ യശ്ഉറൂൻ, പക്ഷെ അത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്ന്. വഇദാ ഖീല, ഖീല എന്ന് പറയപ്പെട്ടു. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ലാ തുഫ്സിദൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ സത്യനിഷേധം, കബളിപ്പിക്കല്, ആശയക്കുഴപ്പമുണ്ടാക്കല്, വാക്കിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇസ്ലാമിന്റെ ശത്രുക്കളുമായിട്ടുള്ള അഭേദ്യമായ രഹസ്യബന്ധങ്ങൾ, ഇതൊക്കെയായിരുന്നു അവരുടെ ജീവിതത്തിന്റെ അടയാളങ്ങൾ. അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസികളെ സംശയാലുക്കളാക്കുന്ന രൂപത്തിൽ, ഖുർആനിൽ നിന്ന് അകറ്റുന്ന രൂപത്തിൽ, ശിർക്ക് പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ, ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ,
മനുഷ്യ ബന്ധങ്ങൾ തകർക്കുന്ന രൂപത്തിൽ, അസത്യം പ്രചരിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്യുന്നതിന് പകരം ഖാലു അവർ പറയും ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, എല്ലാ നന്മന്റെ ആളുകളായിട്ടാണ് ഓല് വരിക. ഇനി അവരടുത്ത് എന്തെങ്കിലും ഒരു ദോഷം നമ്മൾ കണ്ട് പറഞ്ഞാലോ അവർ പറയും അതിലൊക്കെ ഒരുപാട് നന്മ ഉണ്ട്, നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് നന്മ അതിലൂടെ കിട്ടാനുണ്ട് എന്ന് പറയുകയാണ് ചെയ്യുക. അല അറിയണം, ഇന്നഹും ഹുമുൽ മുഫ്സിദൂന, അല അറിയണം, ഇന്നഹും തീർച്ചയായും അവർ, ഹും അവർ തന്നെയാണ്, അൽ മുഫ്സിദൂൻ കുഴപ്പമുണ്ടാക്കുന്നവർ, വലാകിൻ ലാ യശ്ഉറൂൻ പക്ഷെ അതവർ മനസ്സിലാക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, ആമിനു നിങ്ങൾ വിശ്വസിക്കണം, കമാ ആമനന്നാസ് ജനങ്ങൾ വിശ്വസിച്ചതുപോലെ. നിങ്ങള് സത്യത്തിന്റെയും നീതിയുടെയും നന്മയുടെയും ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ സ്വഹാബിൽ വിശ്വസിച്ചോളൂ, വിശ്വസിക്കും. ഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, ആമിനു നിങ്ങൾ വിശ്വസിക്കണം, കമാ ആമനന്നാസ്. കമാ ആമനന്നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിച്ചതുപോലെ എന്നാണ് ഇതിന്റെ അർത്ഥം. അവിടെ ഉദ്ദേശിക്കുന്നത് അന്നത്തെ ജനങ്ങൾ ആരാ? വിശ്വാസികളായ ആളുകൾ, സ്വഹാബികളാണ്. ഈ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഈ ആജ്ഞ മനസ്സിലാവുക, അവരാണ് യഥാർത്ഥ മനുഷ്യന്മാർ. നിങ്ങളുടെ ഈ നിലപാട് മനുഷ്യത്വത്തിനെതിരാണ്. ഇതൊക്കെയാണ് കമാ ആമനന്നാസ് ജനങ്ങൾ വിശ്വസിച്ചതുപോലെ എന്ന വാക്കിലൂടെ അള്ളാഹു ഓരെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഒന്ന്, നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യത്വമല്ല ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യത്വത്തിനെതിരാണ്. ഈ വിശ്വാസികളാണ് യഥാർത്ഥ മനുഷ്യന്മാർ, അവരെ പോലെ നിങ്ങളും വിശ്വസിക്കണം. ആരെ പോലെ? സ്വഹാബികളെ പോലെ, സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ. ആരാണ് സ്വഹാബികൾ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. 2.5 ലക്ഷം സ്വഹാബികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ 1,13,000 സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് കണക്ക്. ഏകദേശം അത്ര തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ദഅവത്തിന് വേണ്ടി പോയിട്ടുണ്ട്. ഏകദേശം 2.5 ലക്ഷമാണ് സ്വഹാബികളുടെ ആകെ അംഗസംഖ്യ. ഈ 2.5 ലക്ഷം മനുഷ്യന്മാരെ പറ്റി അള്ളാഹ് പറഞ്ഞ വാക്കെന്താ അറിയോ? അവരിൽ ആര് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാവും. സൂറത്തു ബഖറയെ പറയാം, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ലോകത്തൊരു സൊസൈറ്റിയെ പറ്റി ആർക്കും പറയാൻ കഴിയില്ല. 2 റളിയല്ലാഹു അൻഹും വറദു അൻ, അള്ളാഹു അവരെ പറ്റിയും അള്ളാഹുവിനെ പറ്റി അവരും അവരെ പറ്റി അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ വിഭാഗമാണ് സഹാബികൾ. അവർ വിശ്വസിച്ച സാഹചര്യം വളരെ പ്രതികൂലമായി നമുക്കറിയാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബൻ മാ ബലഗ മുദ്ദ അഹദിഹിം വലാ നസീബഹു. സഹാബികൾ അന്ന് അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത ഒരു മുദ്ദ്, ഒരു പിടുത്തം, നിങ്ങൾ ഉഹുദ് മലയോളം ധനം, സ്വർണം അള്ളാന്റെ മാർഗത്തിൽ സദഖ ചെയ്താലും സഹാബികൾ അന്ന് കൊടുത്ത ഒരു മുദ്ദിന്റെ അല്ലെ അര മുദ്ദിന്റെ അടുത്തെത്തൂല. അത്രയും പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിലാണ് ജീവൻ അവഗണിച്ചു, സ്വജീവൻ അവഗണിച്ചു, നാട് അവഗണിച്ചു, സമ്പത്ത് അവഗണിച്ചു, കുടുംബ ബന്ധങ്ങൾ അവഗണിച്ചുമൊക്കെ അവർ ഈ ദീനിനെ സ്വീകരിക്കാനും ഇത് പ്രചരിപ്പിക്കുവാനും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരൊറ്റ ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. അബൂദർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുമ്പോൾ ചോദിച്ച 2 ചോദ്യമാണ്. 7ാമത്തെ മെമ്പറാണ്, ഇസ്ലാമിലേക്ക് വരുന്ന 7ാമത്തെ മെമ്പറാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, പ്രവാചകരെ, മൻ മഅക ഫി ഹാദൽ അംർ, നിങ്ങളുടെ കൂടെ ഈ ആദർശത്തിൽ നിങ്ങളോട് എത്ര ആളുണ്ട്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, 6 ആളുണ്ട്. ഒന്ന് ഞാൻ തന്നെ, ഒന്ന് എന്റെ ഭാര്യയാണ്, ഒന്ന് എന്റെ വീട്ടിൽ തന്നെ വളർന്നു വന്ന അലി എന്ന് പറഞ്ഞ കുട്ടിയാണ്, ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ 4-5 ആള്. 7ാമത്തെ ആളായി നിങ്ങൾ വന്നാൽ 7 ആളാവും. ഇത്ര കുറച്ച് ആളുള്ളൂ. അതെ, ഈ ചെറു സംഘത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? അത് മൗലികമായ ഒരു ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പക്ഷേ മക്കയുടെയും മദീനയുടെയും ഭരണാധികാരിയായി വന്നാൽ ഉണ്ടാകുന്ന ഒരു ആനുകൂല്യത്തെ പറ്റി പറഞ്ഞില്ല. ഒരു പക്ഷേ വഹയിന്റെ സഹായത്തോടെ അത് പറയാൻ കഴിയുമായിരുന്നു. പറഞ്ഞ വാക്ക് സ്വർഗം കിട്ടും. സ്വർഗം കിട്ടാൻ മുസ്ലിം ആവുക,
ചിലപ്പോ സ്വർഗേ കിട്ടുള്ളൂ, ദുനിയാവ് നഷ്ടപ്പെടും. അതിനൊരു ധ്വനി അതിലുണ്ട്. സ്വർഗം കിട്ടും മുസ്ലിം ആയാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ധ്വനി എന്താ? ചിലപ്പോ ദുനിയാവ് നഷ്ടപ്പെടാനും സാധ്യത. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആ സ്വർഗാണ്ട് ആഴത്തിൽ പതി. അബൂദർദാവിന് ശേഷം ചോദിച്ച ചോദ്യം എന്താ അറിയും? പ്രവാചകരെ, നമ്മൾ ഈ വിശ്വസിക്കുന്ന ആദർശം സത്യമല്ലേ? സത്യമാണ്. ഇതെല്ലാവരോടും പറയണ്ടല്ലേ? എല്ലാവരോടും പറയേണ്ടത് തന്നെ. എന്നാ പിന്നെ നിങ്ങൾ അർക്കമല്ലാവിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ സംസാരിച്ചാൽ ആരെങ്കിലും കേൾക്കുവോ? നമുക്ക് കഅബന്റെ അടുത്ത് പോയിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞൂടെ? അബൂദർദാവിനോട് റസൂൽ പറഞ്ഞു, അബൂദറെ, പരസ്യ പ്രബോധത്തിന് സമയമായിട്ടില്ല. നിങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി നിങ്ങളെ ഗോത്രങ്ങൾക്കിടയിൽ പ്രബോധനം നടത്തും. പരസ്യ പ്രബോധത്തിന് സമയമാകുമ്പോ ഞാൻ പറയും. അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് സമയമായിക്കണെന്ന. എന്തിന്? നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്വർഗം ഉണ്ടല്ലോ, അവിടെ പോകാൻ സമയമായി. അദ്ദേഹം കഅബന്റെ അടുത്ത് ചെന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് വിളിച്ചു പറഞ്ഞു. എന്താ ഉണ്ടായത്? ശർക്കരമ്മൽ ഈച്ച പൊതിനമാതിരി ജനങ്ങൾ ഒന്നായിട്ട് വന്ന് അടിച്ച് ലെവലാക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അടിച്ചത് ആരെയും നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇല്ല, നോക്കിയിട്ടില്ല. എന്നാ നല്ലോണം മുഖത്ത് നോക്കിയാളിന്ന. ഖിഫാർ ഗോത്രത്തിലെ ഒരു മെമ്പറെ ശരീരത്തിലാ കൈവച്ച്. ഖിഫാർ ഗോത്രം എന്ന് പറഞ്ഞാല് മക്കയിൽ നിന്ന് കച്ചവട സംഘം പോവുകയും വരികയും ചെയ്യുന്നത് ഖിഫാർ ഗോത്രം താമസിക്കുന്ന സ്ഥലത്തൂടെ. ഖിഫാർ ഗോത്രത്തിന്റെ വരുമാന മാർഗം കൊള്ളയടിക്കലാണ്. അപ്പൊ കൊള്ളയടിക്കുന്ന ആളെ നേതാവിനെയാണ് ഇപ്പൊ ഈ കൈ വെച്ചത്. നിങ്ങളെ കച്ചവടം മുടങ്ങൂട്ടോ എന്ന് പറഞ്ഞപ്പോഴാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞപ്പോഴാണ് ജനങ്ങൾ അദ്ദേഹത്തിന്റെ അടി നിർത്തിയത്. അപ്പോഴത്തിന് കിട്ടേണ്ടതൊക്കെ കിട്ടി. നോക്കിക്കള്, ഇത്ര പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലാണ് സത്യവിശ്വാസികൾ വിജയിക്കുന്നത്. ആ വിശ്വാസികളെ പോലെ നിങ്ങളും ആവണം. ആ വിശ്വാസികൾ വിശ്വാസിയായതിനു ശേഷം ഉണ്ടായ എല്ലാ മാറ്റങ്ങളും നിങ്ങളിലുണ്ടാവണം. നമ്മളും പരിശോധിക്കണം. നമ്മൾ ആ സ്വഹാബികൾ വിശ്വസിച്ച മാതിരിയാണോ വിശ്വസിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വ തആല കപട വിശ്വാസികൾ പറയാണ്, എന്ത്? ആമിനൂ കമാ ആമനന്നാസ്. നിങ്ങൾ ഈ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അത് നമ്മോടുള്ള കൽപ്പനയാണ്. നമ്മൾ മാറ്റി വെച്ച് നോക്കണം. നമ്മൾക്ക് സ്വഹാബികളുടെ ആ ഈമാനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ആലോചിക്കണം. ആദ്യമായി രക്തസാക്ഷിയായ സുമയ്യ റളിയല്ലാഹു അൻഹ ജീവൻ നൽകിയിട്ടാണ് സ്വർഗം നേടിയത്. സഹോദരിമാരെ, ഒരു മനുഷ്യന് ഈ ലോകത്ത് ഏറ്റവും കടപ്പാട് ആരോടാണ് എന്ന ചോദ്യത്തിൽ റസൂലുള്ള 3 വട്ടം പറഞ്ഞത് ഉമ്മയോട് എന്നാണ്. ഉമ്മ ഒരു പെണ്ണ. ആ പെണ്ണിന് ആ സ്ഥാനം കിട്ടാൻ കാരണം എന്താ അറിയോ? പ്രസവവേദനയാണ്. മനുഷ്യ ശരീരത്തിലെ മുഴുവൻ അസ്ഥികളും ഒരേ സമയം പൊട്ടിയാൽ ഉണ്ടാകുന്ന വേദനയാണ് പ്രസവവേദന. ആ പ്രസവിക്കുന്ന ലൈംഗികാവയവത്തിനുള്ളിലേക്ക് ഒരു ഇരുമ്പ് ദണ്ട് അടിച്ചു കയറ്റിയാൽ ഉണ്ടാകുന്ന വേദന എത്രയാണ്? ആ വേദന സഹിച്ച് ഇഞ്ചിഞ്ചായി ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയായ സുമയ്യ റളിയല്ലാഹു അൻഹ ഒരു ഭാഗത്ത് നിൽക്കുന്നു. നമ്മുടെ ഈമാൻ ഒന്ന് നമ്മൾ തട്ടിച്ചു നോക്കുമ്പോൾ സ്വർഗബോധത്തിൽ സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം ആലോചിച്ചിട്ട് തന്റെ ആ ശരീരത്തിൽ വീഴുന്ന മുഴുവൻ അടികളെയും തൊഴികളെയും ഉപദ്രവത്തെയും അവഗണിച്ച് മുസ്ലിമായി ജീവിച്ച ബിലാൽ റളിയല്ലാഹു അൻഹു അത്ഭുതമായിരുന്നു സഹാബികൾക്ക് ബിലാൽ റളിയല്ലാഹുവിനെ പറ്റി. ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ 12 അടിമകളിൽ ഒരാളായിരുന്നു. 12 അടിമകളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഏറ്റ മർദ്ദനത്തിന് യാതൊരു കണക്കുമില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തെ വാങ്ങി മോചിപ്പിച്ച് കുറെ ദിവസം റെസ്റ്റ് എടുത്ത് മദീന പള്ളിയിൽ വന്നപ്പോ എല്ലാവരും കൂടി പൊതിഞ്ഞു. എല്ലാവർക്കും ചോദിക്കാനുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമകളുടെ ഈ ഉപദ്രവത്തെ മറികടന്നത്? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് ഓരോ അടിക്കും ഉപദ്രവത്തിനും ഓരോ തുള്ളി രക്തത്തിനും ഓരോ തുണ്ട് മാംസത്തിനും പകരം പരലോകത്ത് കിട്ടുന്ന പ്രതിഫലാണ്ട് ആലോചിച്ചപ്പോ എനിക്ക് വേദന തോന്നിയില്ല. സ്വർഗബോധം കൊണ്ട് ശാരീരിക വ്യഥകളെ മറികടന്ന ബിലാൽ റളിയല്ലാഹു അൻഹു ചൂടിന് ഇരുമ്പ് കമ്പി ചൂടാക്കി വെച്ചിട്ട് ആ ചൂടിന് ഉരുക്കാൻ കഴിയാത്ത ഈമാന്റെ ഉടമസ്ഥനായിരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അള്ളാഹു കൊടുത്ത ധനം കൊണ്ട് ജീവിതകാലത്ത് പ്രവാചകന്റെ നാവിൽ നിന്ന് സ്വർഗം വാങ്ങിയ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമ്മൾ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്നു. വെള്ളം കുടിച്ചത് റൂമാ കിണർ ഒരു ജൂതന്റേതായിരുന്നു. ആ ജൂതന് വെള്ളം വിൽക്കലാണ്.
അദ്ദേഹത്തിന്റെ അടുക്കൽ ചില ആളുകൾ ചെന്നിട്ട് ദുർമന്ത്രം നടത്തിയിട്ട് മുസ്ലിങ്ങൾക്ക് ഞാൻ വെള്ളം കൊടുക്കൂലെന്ന്, പൈസ കൊടുത്താലും കൊടുക്കൂല. കുടിവെള്ളം മുട്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിയന്തര മീറ്റിംഗ് കൂടി. അദ്ദേഹം പറഞ്ഞു, അള്ളാഹ് റസൂൽ പറഞ്ഞു, റൂമാ കിണർ വാങ്ങിയിട്ട് സദക്ക ചെയ്യുന്നവനല്ലെ, വഖഫ് ചെയ്യുന്നവന് സ്വർഗ്ഗം 20,000 ദിർഹം 1400 കൊല്ലം മുമ്പ് കൊടുത്തിട്ട് ജൂതനോട് ആ കിണറിന്റെ പകുതിയെങ്കിൽ പകുതി അത് വാങ്ങി, അത് വഖഫ് ചെയ്തു. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പകുതി ജൂതന്റെതും പകുതി ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 2 ദിവസം ജൂതൻ വെള്ളം മുക്കുക, പിന്നെ 2 ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വെള്ളം മുക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ അവകാശത്തിൽ വരുന്ന ആ 2 ദിവസം ഉണ്ടല്ലോ, എല്ലാവർക്കും ഫ്രീ ആയി വെള്ളം കൊടുത്തു. അപ്പൊ ജൂതന് 2 ദിവസത്തിൽ വെള്ളം വാങ്ങാൻ ആളില്ല. അയാൾ പൈസക്ക് വിൽക്കലാണ്, ഒറ്റ മനുഷ്യൻ വാങ്ങാൻ ആളില്ല. അപ്പൊ അയാൾക്ക് മനസ്സിലായത് നഷ്ടക്കച്ചവടമാണ്, ഇത് ഉസ്മാൻ തന്നെ കൊടുത്തു കളയാം. വീണ്ടും 20,000 കൊടുത്തു. ആ കിണർ വാങ്ങി വഖഫ് ചെയ്തു. തബൂക്ക് യുദ്ധത്തിന് പോവുക, 5ന്റെ പൈസ ഗതിയില്ല. അള്ളാഹ് റസൂല് യുദ്ധ ഫണ്ടിലേക്ക് പരമാവധി സംഭാവന ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കയ്യിൽ ഒരു പണക്കിഴി കൊണ്ട് വെച്ചുകൊടുത്തു. റസൂൽ ആ പണക്കിഴി അഴിച്ച് എണ്ണിയപ്പോ 1000 ദിനാറാണ്. ഒരു ദിനാർ എത്ര റുപ്യെന്ന് എനിക്കറിയില്ല, അറിയുന്ന ആളുകൾ എന്റെ സംസാരം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും. 1400 കൊല്ലം മുമ്പാണ്. റസൂലിന്റെ കണ്ണും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. മദീന പള്ളി, ആ പള്ളിന്റെ അകത്തളത്തിന് ഒരു പ്രത്യേകത ഉണ്ട് സഹോദരന്മാർ. മാ ബൈന ബൈത്തി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് പറഞ്ഞ ആ തോപ്പിലിരുന്ന് അള്ളാഹ് റസൂൽ 2 കൈയും അള്ളാഹുലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചു, അള്ളാഹുവേ, നീ ഉസ്മാനെ പറ്റി തൃപ്തിപ്പെടണം, ഞാൻ അദ്ദേഹത്തിന് സംതൃപ്തനാണ്. ഇത്ര വലിയൊരു സംഖ്യ തരാൻ അയാൾക്കല്ലാതെ സാധിക്കൂല. ഉസ്മാൻ അള്ളാഹുവിനെ പറ്റി അള്ളാഹ് റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന അങ്ങനെ തന്നെ അള്ളാഹു സ്വീകരിച്ചു. അല്ലെ, നോമ്പുകാരനായിരിക്കെ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, നോമ്പ് തുറക്കാനുള്ള വെള്ളം പോലും കൊടുക്കാതെ, ഏത് കിണർന്ന്? ഈ റൂമാ കിണർ. അദ്ദേഹം ആയിരക്കണക്കിന് ഉറുപ്പ്യ കൊടുത്ത് വാങ്ങി മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്ത റൂമാ കിണറിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം നോമ്പ് തുറക്കാൻ പോലും കൊടുക്കാതെ ശത്രുക്കൾ അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തി. അദ്ദേഹം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ, നോമ്പുകാരനായിരിക്കെ, രക്തസാക്ഷിയായിട്ട് അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. റസൂലിന്റെ പ്രാർത്ഥന. ആ ഉസ്മാൻ അള്ളാഹുവിന്റെ ഈമാന്റെ അടുക്കൽ നമ്മൾ ആരെത്തുമോ? അതാണ് ആമിനു കമാ ആമനന്നാ. നിങ്ങൾ ഈ സ്വഹാബിൽ വിശ്വസിച്ച പോലെ നിങ്ങളും വിശ്വസിക്കണം. നമുക്ക് നമ്മുടെ ഈമാൻ എത്രത്തോളം വളർത്താൻ സാധിച്ചു എന്ന് പരിശോധിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. വഇദാ ഖീല ലഹും ആമിനു കമാ ആമനന്നാസ്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമിനു, നിങ്ങൾ വിശ്വസിക്കണം, കമാ ആമനന്നാസ്, ഈ സ്വഹാബിൽ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കണം എന്ന് പറയപ്പെട്ടാൽ അവരെ മറുപടി എന്താ? ഖാലു, അവർ ചോദിക്കും, അനുമിനു, ഞങ്ങൾ വിശ്വസിക്കുകയോ, കമാ ആമന സുഫഹാ, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ. അള്ളാഹു ഇഷ്ടപ്പെട്ട, അള്ളാഹു തൃപ്തിപ്പെട്ട സ്വർഗമുണ്ട് എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ഉന്നതരായി സ്വഹാബികളെ പറ്റി കപട വിശ്വാസികൾ പറയുന്ന വാക്ക് ആമന സുഫഹാ, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നാണ്. അള്ളാഹ് എന്താന്ന് പറഞ്ഞോ? അല, അറിയണം, ഇന്നഹും, തീർച്ചയായും അവർ, അവർ തന്നെയാണ് അസ്സുഫഹാ, പമ്പര വിഡ്ഢികൾ, വലാകിൻ ലാ യഅലമൂൻ, പക്ഷേ അവർക്കത് മനസ്സിലാവൂല. ഇവിടുന്ന് പരലോകത്തെത്തിയാലോ നല്ലോ മനസ്സിലാവും എന്താണ് അവർക്ക് നഷ്ടപ്പെട്ടത് എന്നും സ്വഹാബികൾക്ക് എന്താണ് നേടാൻ സാധിച്ചത് എന്നും അവർക്ക് പരലോകത്തെത്തിയാലേ മനസ്സിലാവുള്ളൂ. ചില മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ട്. ദുനിയാവുന്ന് ഈ ഹിദായത്തിന്റെ വില മനസ്സിലാവൂല. ഒരാൾ നടന്നു പോകുമ്പോൾ ഒരു കല്ല് കിട്ടിയത്രേ, ഒരു കുട്ടിക്ക് നല്ല കാണാൻ രസമുള്ള ഒരു കല്ല്. ആ കല്ല് അയാളൊരു ബാർബർ എടുത്തു കൊണ്ടുപോകും. ബാർബർ ഇങ്ങനെ നോക്കുമ്പോ അയാളെ കത്തി ഇങ്ങനെ വലുതാൻ മാത്രം വലിപ്പമില്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ടാന്നോ. ആ കുട്ടി എന്ത് ചെയ്തു? അതൊരു ജ്വല്ലറിക്കാരൻ എടുത്തു കൊണ്ടുപോകും. അപ്പൊ അത് ഏറ്റവും വില കൂടിയ രത്നമായിരുന്നു. ആ കല്ല് ഒരു സാധാരണ കല്ലായിരുന്നില്ല, രത്നമായിരുന്നു. പക്ഷെ ആർക്കാ മനസ്സിലായത്? അത് ഈ ജ്വല്ലറിക്കാരനാ മനസ്സിലായത്. എന്ന് പറഞ്ഞതുപോലെ ഈ കപടന്മാർക്ക് അല്ലാഹു ഹിദായത്ത് സ്വീകരിക്കാനുള്ള അവസരം കൊടുത്തു, വേദഗ്രന്ഥം വായിക്കാനുള്ള അവസരം കൊടുത്തു, പ്രവാചകനെ കാണാനുള്ള അവസരം കൊടുത്തു, പ്രവാചകൻ വിശ്വസിക്കാനുള്ള അവസരം കൊടുത്തു. പക്ഷെ അവർ അതിനൊക്കെ തള്ളി നിസാരമായ ദുനിയാവിന് വേണ്ടി ദുർമാർഗം തെരഞ്ഞെടുക്കുക ചെയ്തു. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, അലാ ഇന്നഹും ഹുമുസ്സുഫഹാഉ
വലാകിൻ ലാ യഅലമൂൻ, അറിയുക അവരാണ് യഥാർത്ഥത്തിൽ വിഡ്ഢികൾ, പക്ഷെ അവർക്കിത് മനസ്സിലാകുന്നില്ല എന്നതാണ്. അഥവാ ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ആമിനൂ നിങ്ങൾ വിശ്വസിക്കണം, ഖമാ ആമനന്നാസ്, ഈ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വിശ്വാസം എപ്പോഴും സത്യവിശ്വാസികളായ സ്വഹാബികളുടെ ഈമാന്റെ അടുക്കൽ എത്തുന്നുണ്ടോ, ഈമാനിലൂടെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ടോ, അവരുടെ കൂടെ സ്വർഗത്തിലെത്താൻ നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് നിരന്തരമായി നമ്മൾ ഈ ആയത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഞാൻ സൂചിപ്പിച്ചു, സത്യവിശ്വാസികളായ സ്വഹാബികൾ ഏറ്റവും ഭയപ്പെട്ടത് നിഫാഖിനെയായിരുന്നു, കാപ്പട്യത്തെ. നമ്മൾ എന്തുമാത്രം ഭയപ്പെടണം. അള്ളാഹു ഈമാൻ ഉണ്ട്, വിജയിച്ചവർ എന്ന് സർട്ടിഫൈ ചെയ്ത ആളുകളാണ് സ്വഹാബികൾ. അവർക്ക് പോലും, നാം നേരത്തെ പറഞ്ഞല്ലോ, ഹുദൈഫത്തുൽ യമാനി, അദ്ദേഹം രഹസ്യ സൂക്ഷിപ്പുകാരനാണ് അള്ളാന്റെ റസൂലിന്റെ. ഹുദൈഫത്തുൽ യമാനിയോടാണ് അള്ളാന്റെ റസൂല് ആരൊക്കെയാണ് കപടന്മാരെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അന്ന് രാത്രി ഹുദൈഫത്തുൽ യമാന്റെ വീട്ടിലെത്തിയത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. എന്താണ് അദ്ദേഹത്തിന് അറിയേണ്ടത്? ഉമറിന്റെ പേര് കാപട്യം പറഞ്ഞ ആളുകൾ കൂട്ടത്തിലുണ്ടോന്ന്. അള്ളാന്റെ റസൂല് മുനാഫിഖ് എന്ന് പറഞ്ഞ് താങ്കൾക്ക് പറഞ്ഞെന്ന ആളെ കൂട്ടത്തിൽ ഉമറിന്റെ പേരുണ്ടോ എന്ന് ഉമർ അള്ളാഹുവിന് ചോദിക്കണമെങ്കിൽ, ഉമർ അള്ളാഹുവിന് ആരാ? ഉമറും ഫിൽ ജന്ന എന്ന് എത്ര വട്ടം സഹോദരന്മാർ അള്ളാന്റെ റസൂല് തന്റെ നാവ് കൊണ്ട് ഉമറെ സ്വർഗണ്ട് എന്ന് മാത്രമല്ല പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ ഒരു വലിയ കൊട്ടാരം കണ്ടു, ആ കൊട്ടാരത്തിന് മുമ്പിൽ വലിയൊരു ഗേറ്റ് കണ്ടു, ആ ഗേറ്റിൽ വലിയൊരു 2 പാറാവുകാർ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, ഈ കൊട്ടാരം ആർക്കുള്ളതാ? ആ കൊട്ടാരത്തിന്റെ സൗകര്യവും സൗരഭ്യം അള്ളാഹ് റസൂൽ പറഞ്ഞാൽ എന്താ അറിയോ? സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികളെ കൊണ്ടാ സൃഷ്ടിച്ചിട്ടുള്ളത്. ഉള്ളും നോക്കിയാൽ പുറമെ മുഴുവൻ കാണാം, പുറത്ത് നോക്കിയാൽ ഉള്ളു മുഴുവൻ കാണാം. അള്ളാഹു ആലം, നമുക്ക് പറയാൻ കഴിയില്ല. അതിന്റെ മുമ്പിലുള്ള കാവൽക്കാരോട് അള്ളാഹ് റസൂൽ പറയും, ഞാൻ ചോദിച്ചു, ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? അവർ പറഞ്ഞു, ഫതമ്മിൻ ഖുറൈഷ്, ഖുറൈശികളിലെ ഒരു യുവാവിനുള്ളതാണ്. ആരാണ്? ദാലിക ഉമറുൽ ഖത്താബ്, ഖത്താബിന്റെ മകൻ ഉമർ. ഇത് അള്ളാഹ് റസൂല് പറയാ മാത്രമല്ല ചെയ്തത്, ഇത് പറയുമ്പോ ഉമർ അള്ളാഹുവിനോട് റസൂൽ ഇത്രയും കൂടി പറഞ്ഞു, ഇത്രേ, ഉമറെ, എനിക്ക് ആ കൊട്ടാരത്തിനുള്ളിൽ ഒന്ന് കയറി കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്ക് എനിക്ക് നിന്റെ മുഖോർമ്മ വന്നു. ഞാനെങ്ങാനും നിന്റെ സമ്മതം കൂടാതെ, എന്തിനാണ് എന്റെ സമ്മതമല്ലാതെ എന്റെ കൊട്ടാരത്തിൽ നിങ്ങൾ കയറിയത് എന്ന് നീ ചോദിക്കുമെന്ന് ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാനൊന്ന് കയറി കാണുമായിരുന്നു എന്ന് വരെ റസൂൽ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ സ്വർഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരുക്കി വെച്ച കൊട്ടാരം കണ്ണുകൊണ്ട് കണ്ടു. അത് വന്ന് പറഞ്ഞു. എന്നിട്ട് ഈ മനുഷ്യരെ വല്ല സമാധാനം ഉണ്ടായ പിന്നെ? എന്നിട്ട് ഈ മനുഷ്യനാണ് ഹുദൈഫത്തുൽ യമാൻ അള്ളാഹുന്റെ വീട്ടിൽ ചെന്നിട്ട്, അള്ളാന്റെ റസൂല് നിങ്ങൾക്ക് എണ്ണി പറഞ്ഞെന്ന കപടന്മാരെ കൂട്ടത്തിൽ എന്റെ പേരുണ്ടോന്ന് ചോദിക്കുന്നു. നമ്മളൊക്കെ വിചാരം എന്താ അറിയാം? ഇപ്പൊ ഞാനൊക്കെ എന്റെ വീട്ടിൽ നിന്ന് കോഴിക്കോട് ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോ കൂളിമാട് എന്റെ നാട് പേര്. ആ കൂളിമാടെന്നൊക്കെ ആരെങ്കിലും സ്വർഗത്ത് പോവുകയാണെങ്കിൽ ആദ്യം ഞാൻ പോകും. കാരണം ഞാനാണല്ലോ ഖുർആൻ പഠിപ്പിക്കാൻ പോണത്, മൗലവിയാണ്, ഖുതുബ ആളാ. സഹോദരന്മാരെ, ഈ സ്വഹാബികളോ ആരാ? അള്ളാഹ് സർട്ടിഫൈ ചെയ്ത ആളുകളാണ്. എന്നിട്ട് പോലും പേടി മാറുന്നില്ല. മാത്രല്ല, അതിനേക്കാൾ രസകരവും പഠനാർഹവുമായ ഒരു സംഗതി, ഉമർ അള്ളാഹുവിന്റെ മയ്യത്ത് കുളിപ്പിച്ച ആളുകൾ പറയുന്നു, അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ച് 2 അടയാളുണ്ടായിരുന്നു. ഈ കരയാൻ തുടങ്ങിയത് എന്നാന്നറിയോ? ഉമർ അള്ളാഹുവിന് കരയാൻ തുടങ്ങിയത്, ഉമറെ, താങ്കൾക്ക് സ്വർഗം ഉണ്ട് എന്ന് റസൂൽ പറഞ്ഞതിന് ശേഷം. നമ്മളാണെങ്കിലോ എല്ലാ കരച്ചിലും നിൽക്കലല്ലേ. എന്താ കരയാൻ കാരണം? അള്ളാഹു എനിക്ക് ഔദാര്യമായി നൽകിയ സ്വർഗം എന്റെ എന്തെങ്കിലും മോശം പ്രവർത്തനം കൊണ്ട് അള്ളാഹ് തിരിച്ചെടുക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ കണ്ണുനീരൊലിച്ച അടയാളുണ്ടായിരുന്നു പറഞ്ഞു. ഇതാണ് വിശ്വാസം. അതാണ് അള്ളാഹ് പറഞ്ഞു, ആമിനൂ കമാ ആമനന്നാസ്, ഈ സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കണം. അത് ചോദിക്കുമ്പോ ആ സത്യവിശ്വാസികളായ സ്വഹാബികളെ വിഡ്ഢികളാക്കുന്ന, അല്ലെ വിഡ്ഢികൾ എന്നാണ് കപടന്മാർ പരിചയപ്പെടുത്തിയത്. അനുമിനു, ഞങ്ങൾ വിശ്വസിക്കുകയോ, കമാ ആമന സുഫഹാ, ഈ വിഡ്ഢികളായ ആള് വിശ്വസിച്ചതുപോലെ എന്ന് പറയുകയാണ് ചെയ്തത്. അലാ, അറിയണം, ഇന്നഹും ഹുമുൽ മുഫ്സിദൂന, തീർച്ചയായും, ഇന്നഹും തീർച്ചയായും അവർ, അവർ തന്നെയാണ് അൽ മുഫ്സിദൂൻ,
എല്ലാ കുഴപ്പവും ഉണ്ടാക്കുന്നത് കുഴപ്പക്കാർ, വലാകിൻ ലാ യഅലമൂൻ, പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. അപ്പോ സഹോദരന്മാരെ, സഹോദരിമാരെ, കാപട്യം, കപടവിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്വഭാവ ഗുണമാണ്. അവരുടെ അടയാളങ്ങൾ നമ്മൾ വിശദീകരിച്ചു, അവരുടെ സമീപന രീതി വിശദീകരിച്ചു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? ആമിനു കമാ ആമനന്നാസ്. നമ്മൾ എപ്പോഴും പരിശോധിക്കണം, ഈമാൻ എപ്പോഴും പവർഫുൾ ആയിരിക്കണം. നമസ്കാരം നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നോമ്പിന്റെ സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. ഈമാൻ ഫുൾ ടൈം പവർഫുൾ ആയിരിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം എപ്പോഴാ മരിക്കാന്നറിയില്ല, ഈമാൻ പവർഫുൾ ആയിരിക്കണം എപ്പോഴും. അതുകൊണ്ട് അതിനാണ് നിരന്തരമായ ഇബാദത്തുകൾ. 5 നേരം നമസ്കാരത്തിനാ, 5 നേരം ഈമാൻ ഇങ്ങനെ പുതുക്കുകയാണ്. ഒരു കൊല്ലത്തെ എഞ്ചിനീയർ വർക്ക് എന്താ? അതാണ് നോമ്പ്. ഈമാനികമായ നമ്മുടെ എഞ്ചിന് വന്ന തകരാറുകൾ പരിഹരിക്കുകയാണ്. മറ്റ് ഐച്ഛികമായ കർമ്മങ്ങൾ ഈമാൻ വർദ്ധിപ്പിക്കും. ഒരു മനുഷ്യന്റെ ഈമാൻ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അയാളിൽ സൽക്കർമ്മം വർദ്ധിക്കുക എന്നാണ്. ഒരു മനുഷ്യ ഈമാൻ കുറഞ്ഞു പോകാന്ന് പറഞ്ഞാൽ എന്താ? സൽക്കർമ്മം കുറയാന്നാണ്. അപ്പൊ ഈമാൻ വർദ്ധിക്കാനുള്ള മാർഗം എന്താ? ഈമാനും അമലും സ്വാലിഹാത്ത് വർദ്ധിപ്പിക്കുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, ഖുർആനുമായി ബന്ധപ്പെടുക. ഈമാൻ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം. എവിടെ വെച്ച് എപ്പം മരിച്ചാലും നമ്മുടെ നാവിലൂടെ ഈമാൻ പ്രഖ്യാപിച്ച് മരിക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.